48 Frames Company welcomes you proudly to our family as an exclusive member, which is inclusive of a royalty badge, early access to videos, follow up for 7 days after counseling, photos and status updates, member only live chats, member shout outs. If interested, click the join button now. Hi, hello, namaste. Welcome to 48 Frames Malayalam. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഈസ് എസ്പെഷ്യലി ഫോർ ദി പേരൻസ്, അച്ഛനമ്മമാർക്ക് ഉള്ള ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് ഒരുപാട് ഇൻഹിബിഷൻസും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷനിലോട്ട് പോകുന്ന ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഐ തിങ്ക് മെനി ഓഫ് ദ പേരൻസ് ഒരു കൺഫ്യൂസ് സ്റ്റേജിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവം നടക്കുമ്പോഴാണ്. ദാറ്റ് ഈസ് ഒരു 2 years to 6 years വരെയുള്ള ചെറിയ കുഞ്ഞു കുട്ടികളുണ്ടാവില്ലേ, അവർ ഒന്ന് സെക്ഷലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവർ മാസ്റ്റുർബേഷൻ ചെയ്യുന്നത് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആണ്, എങ്ങനെ റിയാക്ട് ചെയ്യണം, ഇത് നോർമൽ ആണോ എന്ന് ചോദിച്ചിട്ട് നിറയെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പം ആ വരുന്ന പേരൻസിൻ്റെ ഒരു പേടിയും ഒരു വെപ്രാളവും ഒരു കൺഫ്യൂഷനും എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ പല പേരൻസും ഉണ്ടാവും. ഒരു കൺഫ്യൂസ് സ്റ്റേജ് ആയിരിക്കുമല്ലോ, അത്രയും ചെറിയ കുട്ടികൾ മാസ്റ്റുർബേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളൊരു സൊസൈറ്റിയിൽ സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് അറിയാത്തൊരു കാര്യമായിരിക്കാം. സോ ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു, ചൈൽഡ് മാസ്റ്റുർബേഷൻ എന്ന് പറയുന്ന കാര്യം ഒരു 2 years to 6 years or 8 years വരെയൊക്കെ കാണുന്നത് നോർമലാണ്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ടു ബി അഫ്രെയ്ഡ് ഓഫ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദർ ക്യാൻ ബി മൾട്ടിപ്പിൾ റീസൺസ് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കണ്ണ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ണ് തൊട്ട് കാണിക്കുന്നുണ്ടോ, കൈ കാല് നോക്കി പറയുമ്പോൾ ഒരു 2 years 3 years ഉള്ള കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ, കുട്ടീൻ്റെ കണ്ണ് എവിടെയാണ്, മൂക്ക് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ തൊട്ടിങ്ങനെ കാണിക്കില്ലേ. അതുപോലെ അവരെ തന്നെ ഈച്ച് പാർട്ട് ഓഫ് ദ ബോഡി അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ അവർ ആ പ്രൈവറ്റ് പാർട്ടിലോട്ട് എത്തുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റിമുലേഷൻ, ആ ഒരു ഫീൽ അവർക്ക് ഇഷ്ടപ്പെടും. ദാറ്റ്സ് നാച്ചുറൽ അല്ലേ, അത് ഹ്യൂമൻ ഇതാണ്, റിയാക്ഷൻസ് ആണ്. നമുക്കിപ്പോൾ ആ ഒരു പാർട്ട് തൊടുമ്പോൾ അവർക്കൊരു സന്തോഷം വരുന്നതുകൊണ്ട് ദേ വിൽ റിപ്പീറ്റ് ദാറ്റ് ആക്ട്. ഇത് വൺ ഓഫ് ദി റീസൺസ് ആണ്. ഓക്കെ, സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ മേ ബി അവിടെ എന്തെങ്കിലും സം കൈൻഡ് ഓഫ് ഇറിറ്റേഷനോ എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷനോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവർ റബ് ചെയ്യുമ്പം ഇല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യുമ്പം അവിടെ എന്തെങ്കിലും അവരെ കൈവച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഫീലിംഗ് എൻജോയബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. സോ ദേ ആർ ഡൂയിങ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. പിന്നെ ലാസ്റ്റ് കേസ് ക്യാൻ ബി വിച്ച് ഇസ് വെരി സ്കെയറി, വിച്ച് ഇസ് ഇതാണ് ഒരു നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിച്ച് ഇസ് ആരെങ്കിലും അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് someone has tried to do with the child something like that, അപ്പം ആ ഒരു ഫീലിംഗ് അവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം they will start doing it. ഇപ്പം ഇത് എപ്പോഴും അതൊരു സെക്ഷലി എന്താ പറയുക, ആരെങ്കിലും അബ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ആണെന്നില്ല. there are chances which is very mild. നിങ്ങളൊരു ഓൺ ഹാൻഡ് പേരൻ്റ് ആണെങ്കിൽ, എപ്പോഴും കുട്ടിയുടെ ഒപ്പം ഇരിക്കുന്ന ഒരു പേരൻ്റ് ആണെങ്കിൽ, കുട്ടീൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അബൌട്ട് ഹൗ യു ക്യാൻ ഐഡൻറ്റിഫൈ ചിൽഡ്രൻ ഹു ഹാവ് ബീൻ സബ്ജക്റ്റഡ് ടു ദിസ് കൈൻഡ് ഓഫ് സെക്ഷൽ അബ്യൂസ്. ചെറിയ കുട്ടിയായിരിക്കും ആരെങ്കിലും അവരെ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ജനറിക്കായിട്ട് ചിൽഡ്രനിൽ മാസ്റ്റുർബേഷൻ കണ്ടുവരുന്നതിനെ കുറിച്ചാണ്. സോ ദീസ് ആർ ദ 2 മേജർ റീസൺസ്. ഞാൻ ലാസ്റ്റ് വൺ സെപ്പറേറ്റ് വീഡിയോ ഉള്ളത് കൊണ്ട് ഈ ഫസ്റ്റ് 2 റീസൺസിനാണ് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുമ്പം ഒരു പേരൻറ്റിനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെ ഇൻ അവർ സെറ്റപ്പ്. ബിക്കോസ് നമ്മൾ അങ്ങനെ കാഷ്വലി ഇരുന്ന് മാസ്റ്റുർബേഷനെ കുറിച്ചോ സെക്സിനെ കുറിച്ചോ സെക്ഷുവാലിറ്റിയെ കുറിച്ചോ ഡിസ്കസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ സെറ്റപ്പ് നല്ല വരുന്നത്. സോ ഒരു ചെറിയൊരു കുട്ടി ഇങ്ങനെ ചെയ്യുമ്പം ഇതെന്താ ഈ പ്രായത്തിലെ ഇങ്ങനെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കി കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഇറ്റ്സ് നോർമൽ. നിങ്ങൾ പേരൻ്റായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നത് ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഇതിനെങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത ഒരു ടെൻഷൻ. ഓക്കെ, ഇതെങ്ങനെയോ ചെയ്യുന്നത് കണ്ടു, ഇനിയിപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക, എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ. ബിക്കോസ് എഗെയിൻ കുട്ടിയോട് അമ്മ ഇങ്ങനെ പറയും അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയും എന്നുള്ളൊരു ഇൻഹിബിഷൻ ഇപ്പോഴും ഉണ്ട്.
ഇപ്പം നീയാണോ പറയുന്നത് ഞാനാണോ പറയുന്നത് എന്നുള്ളൊരു അടിയും ഉണ്ടാവാറുണ്ട് ബിറ്റ്വീൻ പേരൻസ്. നീ അമ്മയല്ലേ നീ പറഞ്ഞു കൊടുക്കുക, നീ അച്ഛനല്ലേ നീ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതല്ല, ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ നമ്മളൊന്ന് നോർമലൈസ് ചെയ്യാൻ നോക്കുക. അത് കണ്ട ഉടനെ പോയി അടിക്കുക, ചീത്ത പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം വെൻ ദേ ഗ്രോ അപ്പ്, അവർ വളർന്ന് വരുമ്പോഴത്തേക്ക് അത് അവരെ വല്ലാണ്ട് ഇറ്റ് വിൽ ബി എ പ്രോബ്ലം ഫോർ ദം ഇൻ ബീയിങ് സെക്ഷുവലി ഫങ്ഷനിങ് ഓർ സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റ്, സെക്സുമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റിന് ചെറിയൊരു പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മളവരെ അടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ ചെയ്യുന്ന സമയത്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് നോർമൽ. അതിനെ എല്ലാ പേരൻറ്റും ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനൊരു വലിയ സംഭവമാക്കി മാറ്റാതെ നമ്മളതിനെ ഒന്ന് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അതൊരു നോർമൽ പ്രോസസ്സാണ്. ആ കുട്ടീൻ്റെ ബോഡീനെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയാണ്, എന്താണെന്നുള്ളത് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നൊരു ഇതാണ്. ദേ റിയലൈസ് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം എങ്ങനെയാണോ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യില്ലേ കുട്ടികൾക്ക്, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇഫ് യു വാണ്ട് ടു പീ, നിങ്ങൾക്ക് മൂത്രയിക്കണം എന്ന് വെച്ചാൽ ഇവിടെ പോകണം, ഇങ്ങനെ ചെയ്യണം, അപ്പിടണം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യു ഷുഡ് ബി നോട്ട് ഡൂയിങ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ഈവൻ മോർ എംബാരസ്ഡ് ഓർ യു ഫീൽ ഗിൽറ്റി ഓർ യു ഫീൽ സാഡ് ഓർ എന്തെങ്കിലും ഒരു പേരൻസ് ആയിട്ട് നമ്മുടെ ഒരു സൊസൈറ്റിയൽ സെറ്റപ്പും നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഇന്ത്യൻ ഫീലിംഗ് തന്നെ പറയാം, യു മേ നോട്ട് ബി കംഫർട്ടബിൾ. സോ ആ കുട്ടീനോട് പറഞ്ഞ് മനസ്സിലാക്കാം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ ചെയ്യേണ്ടതല്ല. യു പ്ലീസ് യൂസ് ദ റെസ്റ്റ് റൂം ഫോർ ദാറ്റ്. അവരുടെ ഒരു ഫേസ് അത് കുറച്ച് വളർന്ന് വരുമ്പോഴത്തേക്ക് ദേ വിൽ ഓവർകം ഇറ്റ്. പിന്നെ അതല്ലാണ്ട് വെൻ ദേ ബിക്കം അഡൾട്ട്സ് ഇറ്റ് ഇസ് നാച്ചുറൽ. 90% ഓഫ് ദി അഡൾട്ട്സ് ചെയ്യുന്ന കാര്യമാണ് ഈ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. സോ ബട്ട് വെൻ ഇറ്റ് കംസ് ടു കിഡ്സ് നമ്മളതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അവരങ്ങനെ പൊക്കോട്ടെ, അതിന് അത്രയും വലിയ സംഭവമാക്കി മാറ്റേണ്ടത് ആവശ്യമില്ല. ഇഫ് ദ കാറ്റഗറീസ് 1 and 2 ലൈക്ക് വാട്ട് ഐ സെഡ് 1 not 1 and 2 ദ ഫസ്റ്റ് കാറ്റഗറി ആണെങ്കിൽ അവർ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവർ അതിന് എൻജോയ് ചെയ്തിട്ട് ആക്ഷനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് സംതിങ് ടു ബി ഡൺ ഇൻ ദ റെസ്റ്റ് റൂം, ദാറ്റ്സ് ഓക്കെ. അത് ടോയ്ലറ്റിൽ അങ്ങനെ ചെയ്താൽ പ്രശ്നം. എനിത്തിങ് റിലേറ്റഡ് ടു ദിസ് ഹാസ് ടു ബി ഡൺ ഇൻ ദ ടോയ്ലറ്റ്. ഐ മീൻ പ്ലീസ് if you want to if you want to urinate or you want to എന്താണ് അപ്പിടണമെങ്കിൽ എന്തൊക്കെ ബാത്റൂമിൽ പോയി കുളിക്കുകയാണെങ്കിൽ അതൊക്കെ അവിടെയല്ലേ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ റിലേറ്റഡ് ടു ദിസ് പാർട്ട് ഹാസ് ടു ബി ഡൺ ദെയർ എന്നുള്ളത് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ് ദം ഗോ ത്രൂ ദാറ്റ് പ്രോസസ്സ്. അപ്പം കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് അതങ്ങനെ നടക്കും. വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് ദിസ് ഈസ് വൺ ഏരിയ. ഇത് ഈ കാരണമാണെന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റാണ്. കുട്ടി എത്രത്തോളം ആക്റ്റീവാണ്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഫോർ ദ ചൈൽഡ് ടു മേക്ക് യൂസ് ഓഫ് ദ ടൈം. കളിക്കാനുള്ള കാര്യങ്ങളുണ്ടോ, ആൾക്കാരുണ്ടോ, ഇസ് ദർ എനി അതർ ഫോം ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും പെൻഡ് അപ്പ് ടെൻഷൻ പോലെ ആ കുട്ടിക്കുണ്ടോ, ഒറ്റയ്ക്കാണ്, ആരും കളിക്കാനില്ല, ഒരു ഔട്ട്ലെറ്റ് ഇല്ല, കുട്ടി എപ്പോഴും ലോൺലി ആയിട്ടിരിക്കുന്ന കുട്ടിയാണോ, അതിനെ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് സം ഗെയിംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോട്ട് നമുക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം എല്ലാം ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ക്ലാസ്സസ് ലൈക്ക് ഡാൻസ് ക്ലാസ്സസോ എന്തെങ്കിലും ഫിസിക്കലായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും. സോ അവർ ടൈം ലോൺലിനെസ് ചില സമയത്തായിരിക്കും ഇതിലോട്ട് ലീഡ് ചെയ്യുന്നത്. മേ ബി ബിക്കോസ് ഇറ്റ് എക്സ്ട്രീംലി ലോൺലി, എക്സ്പെരിമെൻറ്റേഷനൊക്കെ കൂടുക, അതിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ഗിവ് ദം ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് ഔട്ട് ദാറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ഡാൻസ് ആയിരിക്കാം, മാർഷൽ ആർട്സ് ആയിരിക്കാം, എനി ഫോം ഓഫ് സ്പോർട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സമയമെടുത്ത് കുട്ടീനൊപ്പം കളിക്കാൻ പോവുക, വേറെ കുട്ടികളുടെ ഒപ്പം കളിക്കാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിൽ വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യിക്കാം. സോ ഇതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. വൺ തിങ് ഇസ് ലിവ് ഇറ്റ് ഈസ് നോർമൽ. സെക്കൻഡ് ഇസ് ആരുടെയൊക്കെ മുമ്പിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. എല്ലാവരും മുമ്പിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. തേർഡ്, അവരുടെ ഒരു എൻവയൺമെൻറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യണം. ലോൺലി ആയിട്ടുള്ള കുട്ടിയാണോ, കളിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കുട്ടിയാണോ, ഒരു ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ടാണോ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്, അത് മനസ്സിലാക്കി കുറച്ച് ആക്ടിവിറ്റീസ് ലൈക്ക് ഗെയിംസ് ആണെങ്കിൽ ഗെയിംസ്, അല്ലെങ്കിൽ ക്ലാസ്സസ് ആണെങ്കിൽ ക്ലാസ്സസിലോട്ട് അങ്ങനെ നിങ്ങളവരെ എനർജീസ് ചാനലൈസ് ചെയ്യാൻ നോക്കാം. Now, another important thing is നിങ്ങൾ വർക്കിംഗ് പേരൻസ് ആണെങ്കിലും
കുട്ടീൻ്റെ കാര്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. മേ ബി ദർ ഇസ് സം അണ്ടർലൈങ് ഇൻഫെക്ഷൻ കാരണമായിരിക്കും ആ കുട്ടി അവിടെ അങ്ങനെയൊക്കെ ചെയ്ത് ഷീ ഈസ് എൻജോയിങ് ഇറ്റ്, പ്ലസ് ദർ ഇസ് സം അതർ അണ്ടർലൈങ് ഇൻഫെക്ഷൻ. അതിന് നിങ്ങൾ കുട്ടിയെ കുളിപ്പിക്കുമ്പോഴോ ജനറിക് ആയിട്ട് എപ്പോഴും നിങ്ങൾ കുട്ടിയെ നോക്കുമ്പോഴത്തേക്കും ഒന്ന് യു ജസ്റ്റ് കീപ് ലുക്കിംഗ്, ബി ഒബ്സർവൻറ്റ്. എന്തുകൊണ്ടാണെന്നുള്ളത് അനലൈസ് ചെയ്യാൻ നോക്കാം. വെദർ ഇറ്റ് ഈസ് ജസ്റ്റ് എക്സ്പ്ലോറിങ് ദ ബോഡി ആണോ, അല്ല ബോർ അടിച്ചതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണോ, അല്ല വല്ല അണ്ടർലൈങ് ഇൻഫെക്ഷൻ ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആസ് പേരൻസ് അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണല്ലോ. കുട്ടികൾക്കൊന്നും അപ്പം പറയാൻ പറ്റില്ല. സോ ഇങ്ങനെയൊക്കെ കാരണങ്ങൾ ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുണ്ടാവും. സോ മെയിൻലി വാട്ട് യു നീഡ് ടു ടെൽ ദം ഇസ് ലിവ് ദം ത്രൂ ദ പ്രോസസ്സ്. പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഇത് മാം ഇത് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇപ്പോൾ നോക്കുക, ആ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് റിലിജനെ കുറിച്ചോ ഇല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ചോ നമുക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു ബിലീഫ് അനുസരിച്ച് അത് റോങ് ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ലെറ്റ് ദ ചൈൽഡ് ഗ്രോ. വലുതായതിനു ശേഷം നിങ്ങൾക്ക് പറയാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ എൻഡ് ഓഫ് ദി ഡേ കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആണ്. വളരുമ്പോൾ എന്താണ് അവർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ശരിയാണ് തെറ്റാണെന്നുള്ള കുട്ടിയെ മനസ്സിലാക്കി അതുപോലെ ചെയ്യുമല്ലോ. ഇപ്പം നിങ്ങളത് ആ ഒരു ഇത് വെച്ചിട്ട് ദേഷ്യമോ അടിക്കാനോ ചീത്ത പറയാനോ നിൽക്കാണ്ടിരിക്കാം. ബട്ട് ഐഡൻറ്റിഫൈ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞാനിങ്ങനെ കുട്ടീനെ കണ്ടപ്പോൾ മെഡിസിൻസ് കൊടുത്തു എന്നുള്ളത്. റിസർച്ചേഴ്സ് ഹാവ് പ്രൂവൻ ഈ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞതിന് മെഡിസിൻ ഒന്നും ഇല്ല. ചെറിയ കുട്ടികളാണെങ്കിൽ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കാതെ, മേ ബി an ഇൻഫെക്ഷൻ പോലത്തെ കാര്യം ഉണ്ടെങ്കിൽ മെഡിക്കേഷൻ വിൽ ഹെൽപ്പ്. അല്ലാണ്ട് ദർ ഇസ് നോ, ഇത് ഒരു എക്സ്പ്ലോറേഷൻ്റെ പാർട്ടായിട്ടാണ് ഈ കുട്ടി ഒരു ഗ്രോയിങ് അപ്പ് പ്രോസസ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ദർ ഇസ് നോ മെഡിക്കേഷൻ. നിങ്ങളത് വിശ്വസിക്കാനേ പാടില്ല. ഇതിനൊരു മെഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളുടെ അടുത്തും പോകാൻ പാടില്ല. അതൊരു ഇഗ്നറൻസ് ആണ്, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയാണ്. നമ്മൾ എത്രയ്ക്ക് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ സെക്സും സെക്ഷുവാലിറ്റിയും സെക്ഷൽ എക്സ്പ്ലോറേഷനും മാസ്റ്റർബേഷനും ഇപ്പം നമ്മൾ സംസാരിക്കാറില്ല. അതുകൊണ്ട് ലാക്ക് ഓഫ് നോളജ് വെച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. യു ഡോണ്ട് ഹാവ് ടു ഫീൽ ഗിൽറ്റി. ആ കുട്ടിയും നിങ്ങൾ ഗിൽറ്റി ഫീൽ ചെയ്യിപ്പിക്കാൻ പാടില്ല. ബിക്കോസ് വളർന്നു വരുമ്പം സ്പെഷ്യൽ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പിംഗ് ഒരു ഏജാണ്. ആ സമയത്ത് ഈ ഒരു ആക്ട് ചെയ്യുമ്പോൾ ആ കുട്ടീനെ ഗിൽറ്റി ഫീൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വളർന്നു വരുമ്പം അത് ഒരുപാട് ദോഷം ചെയ്യും. ആ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഒരുപാട് ഡെവലപ്മെൻ്റ് അല്ല, പേഴ്സണാലിറ്റി ഫോർമേഷനെ അത് ബാധിക്കും. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇറ്റ് ഈസ് എ നോർമൽ തിങ്. അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹെൽപ്പ് ദം നോ. ഇത് എല്ലാവരുടെ മുമ്പിൽ ചെയ്യുന്നത് അത്ര ശരിയല്ല എന്നല്ല, അതിനേക്കാളും ബെറ്ററാണ് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ പോയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഡോണ്ട് മേക്ക് ദം ഫീൽ ഗിൽറ്റി. അവർക്ക് സങ്കടം തോന്നുന്ന പോലെ ചേർന്ന് ചീത്ത പറയാൻ പാടില്ല. എല്ലാം നമുക്ക് പഠിപ്പിച്ചെടുക്കാവുന്നതാണ് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ബട്ട് child masturbation നമുക്ക് കൺഫ്യൂഷൻ വരുത്തും. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. സോ what I want to say is don't panic. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്പെൻഡ് ടൈം വിത്ത് യുവർ ചൈൽഡ്. കുട്ടീനെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വിടുക. ലെറ്റ് ദ ചൈൽഡ് ഹാവ് മൾട്ടിപ്പിൾ തിങ്സ് ടു ഡു. ബിസി ആയിട്ടിരിക്കാൻ നോക്കുക. So the child will come out of it from doing it in public, because when they grow up it is quite natural and it is quite healthy also. വലുതാകുമ്പോഴത്തേക്കുള്ള കാര്യം പറയുന്നത്. So as a kid, as a parent, you can manage this in this way. So ഇതായിരുന്നു എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. If you like this video, then please to hit a like, and if you want more such videos, ഇതുപോലെയുള്ള കുറച്ച് കൂടുതൽ വീഡിയോസ് വേണമെന്ന് വെച്ചാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കോമെൻറ്റ് സെക്ഷനിൽ ഒരു കോമെൻറ്റ് വിട്ടോളൂ. വേറെ എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് എ മെയിൽ ടു മീ. So thank you so much for joining in. Have a wonderful day.